അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 100-ാം സങ്കീർത്തനം 5-ാം വാക്യം നമുക്ക് വായിക്കാം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. യഹോവ എല്ലാവർക്കും നല്ലവൻ എന്ന് 145-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ഇസ്രയേലിനെ നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം എന്ന് 73-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ രണ്ട് വാക്യങ്ങളിൽ പൊരുത്തക്കേടുകളുണ്ടെന്ന് നമുക്ക് തോന്നിയാലും ദൈവം എല്ലാവർക്കും നല്ലവൻ തന്നെയാണ്. എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34-35 വാക്യങ്ങളാണ് നാം കേട്ടത്. യെഹെസ്കേൽ പ്രവചനം 46-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ഒരു ദാസൻ വിടുതലാണ്ട് വരെ മാത്രമേ യജമാനൻ്റെ ഭവനത്തിൽ വസിക്കുവാൻ പാടുള്ളൂ. തന്നെയുമല്ല, വിടുതലാണ്ടിൽ ദാസന് യജമാനൻ കൊടുത്തിട്ടുള്ള എല്ലാ അവകാശങ്ങളും ദാസൻ തിരികെ കൊടുത്ത് യജമാനൻ്റെ ഭവനം വിട്ടുപോകണം. എന്നാൽ യജമാനൻ്റെ മക്കൾ അപ്പൻ്റെ ഒരു അവകാശവും മടക്കി കൊടുക്കേണ്ട, കാരണം അവർ അപ്പൻ്റെ മക്കളാണ്. അപ്പൻ്റെ എല്ലാ അവകാശങ്ങളും മക്കൾക്ക് സ്ഥിരമായി ഉപയോഗിക്കാം. യേശു പറയുകയാണ്, പാപം ചെയ്യുന്ന വ്യക്തികൾ പാപത്തിൻ്റെ ദാസനാണ്. അങ്ങനെയുള്ള ദാസന്മാർക്ക് ദൈവഭവനത്തിൽ അല്പം കാലമേ ജീവിക്കുവാൻ കഴിയൂ. ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ പാപം ചെയ്യുന്ന വ്യക്തി മരിക്കുന്നതുവരെ മാത്രം ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും അനുഭവിച്ച്, ദൈവം സൗജന്യമായി കൊടുക്കുന്ന എല്ലാ നന്മകളും അനുഭവിച്ച്, ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ ദൈവത്തെ അനുസരിക്കുന്ന ദൈവജനത്തോടൊപ്പം സന്തോഷിക്കാം. ദൈവത്തെ അനുസരിക്കാതെ ദൈവം വെറുക്കുന്ന പാപം ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾക്കും അവർ പാപം ചെയ്ത് ദാസന്മാരായി തീർന്നവരാണെങ്കിലും മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ആകാശമേഘ കറയും ചുളുക്കവുമില്ലാതെ പാപം ചെയ്യാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാൻ വരുന്നത് വരെ ദൈവജനത്തോടൊപ്പം ജീവിക്കുവാൻ കഴിയും. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ ദാസൻ എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ ദാസൻ എന്നാണ് അർത്ഥം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. കാരണം പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു എന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആയതിനാൽ ദൈവമക്കളോടൊപ്പം പാപം ചെയ്യുന്ന സാത്താൻ്റെ ദാസന്മാർ ആയിത്തീർന്ന വ്യക്തികൾ യേശുവിൻ്റെ സുവിശേഷം അനുസരിച്ച് മാനസാന്തരപ്പെടാതിരുന്നാൽ, തങ്ങളുടെ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശു കർത്താവിനെ അനുസരിക്കാതെ ജീവിച്ചാൽ, ആ വ്യക്തി മരിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായും സാത്താൻ്റെ മകളായി തീരുകയും ദൈവത്തിൽ നിന്നും ദൈവമക്കളിൽ നിന്നും എന്നേക്കുമായി വേർപ്പെടുകയും സാത്താനോടൊപ്പം സാത്താൻ്റെ മക്കളും ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ വീഴുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇനി പാപം ചെയ്യരുതെന്ന് ദൈവവചനത്തിൽ കൂടി യേശു നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്. ഇനി നമുക്ക് ആദ്യം വായിച്ച വാക്യങ്ങളിലേക്ക് മടങ്ങി വരാം. 145-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ ദൈവം എല്ലാവർക്കും നല്ലവനാണെന്ന് പറഞ്ഞാൽ, കൃപായുഗം അവസാനിക്കുന്ന സമയം വരെ മാത്രമാണ് അവൻ എല്ലാവർക്കും, അതായത് പാപം ചെയ്യുന്നവർക്കും ദൈവവചനം അനുസരിച്ച് ജീവിച്ച് വിശുദ്ധിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്കും നല്ലവനായിരിക്കുന്നത്. കൃപായുഗം അവസാനിച്ചാൽ പാപികൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ സാത്താൻ്റെ ദാസന്മാർ സാത്താൻ്റെ യഥാർത്ഥ മക്കളായി തീരുകയും നിത്യനരകത്തിൽ സാത്താനോടൊപ്പം വീഴുകയും ചെയ്യുന്നു. അപ്രകാരം ആരും നശിച്ചു പോകാതെ രക്ഷപ്പെടുവാനാണ് ദൈവം തൻ്റെ ഓമന പുത്രനെ യേശു ക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി യാഗമായി തീരുവാൻ ഭൂമിയിലേക്ക് അയച്ചതും അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നതും. എന്നാൽ ദൈവവചനമായ ബൈബിൾ അനുസരിച്ച് പാപത്തെ വെറുത്ത് ജീവിക്കുന്ന വ്യക്തികൾ അവർ മരിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളായി തീരുകയും ദൈവഭവനത്തിൽ ദൈവം അവരെ പ്രവേശിപ്പിക്കുകയും അവരുടെ തലയിൽ നിത്യാനന്ദം പകരുകയും ചെയ്യുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഏത് പ്രവാചകനാണെങ്കിലും പാപത്തിനെതിരെ പ്രസംഗിക്കാത്ത പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളണം. എന്നാൽ തങ്ങളുടെ പാപങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ കഴുകിക്കളഞ്ഞ് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം ജീവിക്കുകയും
ജീവിതയാത്രയിൽ അറിയാതെ തെറ്റ് സംഭവിക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിരപ്പ് പ്രാപിക്കുകയും ചെയ്ത് മുന്നേറിക്കഴിഞ്ഞാൽ ദൈവം നമുക്ക് എല്ലാ കാലത്തും നല്ലവനും നമ്മുടെ സ്വർഗീയ പിതാവും ആയിരിക്കും. നാം യേശുവിനെ ഇപ്പോൾ മനസ്സിലാക്കുന്നതിനേക്കാൾ അന്ന് യേശുവിനെ പൂർണ്ണമായും മനസ്സിലാക്കും. പാപം അറിയാത്തവനായ യേശു നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് ദൈവം യേശുവിനെ നമുക്ക് വേണ്ടി പാപിയാക്കി. വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ പാപവും ശാപവും പിതാവ് യേശുവിന്മേൽ ചുമത്തി. നമുക്ക് വേണ്ടി യേശുവിനെ ശാപഗ്രസ്തനും പാപിയുമാക്കി തീർത്തു. യേശുവിൻ്റെ സമ്മതമില്ലാതെ ഈ പ്രവൃത്തി സാധ്യമല്ല. കാരണം ദൈവം നീതിമാനാണ്. നീതി മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ. ഗെത്സമനത്തോട്ടത്തിൽ പിതാവ് കപ്പ് രൂപത്തിൽ നമ്മുടെ ശാപവും പാപവും പുത്രൻ്റെ മേൽ ചുമത്തുവാൻ വന്നപ്പോൾ പുത്രൻ പറയുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ എന്ന്. കാരണം മനോവേദന കൊണ്ട് യേശു അപ്രകാരം പുളഞ്ഞത് മനുഷ്യരുടെ പാപവും ശാപവും നേരിൽ കണ്ടപ്പോഴായിരുന്നു. അത്ര വലിയ ശാപത്തിൽ നിന്നാണ് മനുഷ്യവർഗത്തെ യേശു താൻ ശാപവും പാപവും സ്വന്തം ശിരസിൽ വഹിച്ചുകൊണ്ട് ക്രൂശിക്കപ്പെട്ടപ്പോൾ രക്ഷിച്ചത്. നാം ഏത് പാപം ചെയ്യുമ്പോഴും ഓർക്കേണ്ടത് യേശു നമ്മുടെ പാപവും ശാപവും ചുമക്കേണ്ടി വന്നത് ഏദൻ തോട്ടത്തിൽ നന്മതിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന വൃക്ഷഫലം സാത്താൻ്റെ ഉപദേശത്താൽ ദൈവത്തെ വ്യാജനാക്കി തീർത്ത് പറിച്ചു തിന്നതാണെന്നാണ്. പാപം ചെയ്ത് നാം ദൈവസ്നേഹത്തിൽ നിന്നും അകന്നു പോയാലും ദൈവം സ്നേഹവാനായി തന്നെ തുടരുന്നു. സകലരെയും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ല. അതുപോലെ തന്നെ അവൻ്റെ നീതിയെ ത്യജിക്കുവാനും അവന് കഴിയാത്തതിനാൽ പാപം ചെയ്ത സാത്താനെ ശിക്ഷിക്കാതിരിക്കുവാനും ദൈവത്തിന് കഴിയുകയില്ല. കാരണം ദൈവം നീതിമാനാണ്. പാപത്തിൻ്റെ ശിക്ഷ നിശ്ചയമായും അവൻ കൊടുക്കും. സാത്താനെ ദൈവം ശിക്ഷിക്കുന്ന ശിക്ഷ ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ അവനെ തള്ളിക്കളയുക എന്നതാണ്. ഈ സമയം പാപം ചെയ്ത് സാത്താൻ്റെ മക്കളായി തീരുന്ന വ്യക്തികളെ അവരുടെ പിതാവ് തന്നോടൊപ്പം നരകത്തിൽ കൊണ്ടുപോകുമ്പോൾ മാത്രമേ അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം അപ്രാപ്യമായി തീരുന്നത്. ഓർക്കുക, ദൈവം അപ്പോഴും നല്ലവനായി തന്നെ തുടരും. ഇനി നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ദയയെയും സ്നേഹത്തെയും കുറിച്ചാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാത്തവർ കുറവായിരിക്കും. ശരിയായ ഉത്തരം തരുവാൻ യേശുവിന് കഴിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു പിറവിക്കുരുടൻ്റെ സൗഖ്യത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവൻ കുരുടൻ ആയി പിറക്കുവാൻ തക്കവണ്ണം പാപം ചെയ്തുവെന്ന് കുരുടനെക്കുറിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശു ഉത്തരം പറഞ്ഞത്, ഇവനാകട്ടെ ഇവൻ്റെ അമ്മയപ്പന്മാരാകട്ടെ പാപം ചെയ്തതിനാലല്ല, ദൈവപ്രവൃത്തി ഇവനിൽ വെളിപ്പെടേണ്ടതിനത്രേ ഇവൻ കുരുടനായി ജനിച്ചത് എന്നായിരുന്നു. ബെഥാനിയിലെ ലാസർ മരിച്ച് നാറ്റം വയ്ക്കുവോളം യേശു അവിടെ ചെല്ലാതിരുന്നതിന് കാരണം തൻ്റെ ശിഷ്യന്മാർ വിശ്വസിക്കുവാൻ ഇടയാകുമല്ലോ എന്ന ചിന്തയാണ് യേശുവിനുണ്ടായിരുന്നത് എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. യേശു ജനിക്കുന്നതിന് മുമ്പേ ബെഥസ്ദാ കുളക്കരയിൽ തളർന്നു കിടന്നവൻ എന്തുകൊണ്ട് അതിനു മുമ്പ് സൗഖ്യമായില്ല എന്ന ചോദ്യത്തിന് അനാഥനായ ആ വ്യക്തിയെ സഹായിക്കുവാൻ യേശു അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ആ അനാഥനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യൻ്റെ സ്നേഹം ക്ഷണികമാണ്. ഒരു വാക്ക് തെറ്റിപ്പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്നേഹം നഷ്ടമായി എന്ന് വന്നേക്കാം. എന്നാൽ ദൈവസ്നേഹം അങ്ങനെയല്ല. 40 വർഷക്കാലം ഇസ്രായേൽ മക്കൾ ദൈവത്തോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു. എങ്കിലും ഒരു ദിവസം പോലും കർത്താവ് അവർക്ക് മന്ന അഥവാ അവർക്ക് മരുഭൂമിയിൽ ഭക്ഷിക്കുവാൻ കൊടുത്ത ആഹാരം മുടക്കിയില്ല. നമ്മെ ദ്രോഹിക്കുന്നവരാണെങ്കിലും നാം അവരെ സ്നേഹിക്കുവാൻ തക്ക ശക്തരാകേണ്ടതിന് യേശുവിൻ്റെ ആത്മാവിനെ നാം പ്രാപിക്കണം. ദൈവാത്മാവുള്ള വ്യക്തികൾക്ക് മാത്രമേ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും കരുണ കാണിക്കുവാനും കഴിയുകയുള്ളൂ. നാം നശിച്ചു പോകാതിരിക്കുവാൻ ദൈവം നമ്മെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ നാം ഓർക്കണം, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് മൂലമാണ് അപ്രകാരം ചെയ്യുന്നതെന്ന്. കേൾക്കാത്തവർക്കായി ഒരിക്കൽ പറഞ്ഞ കാര്യം വീണ്ടും പറയുകയാണ്. ഇറ്റലിയിലെ ഒരു പള്ളിയുടെ ഭിത്തിയിൽ മനോഹരമായ ഒരു ചിത്രം വരച്ചുകൊണ്ടിരുന്ന ഒരു പ്രശസ്ത ചിത്രകാരനെയും അയാളുടെ സഹായിയെയും കുറിച്ച് ഓർക്കുന്നു. 15 അടിയോളം ഉയരമുള്ള ഒരു സ്റ്റേജ് കെട്ടി അതിന്മേൽ നിന്നുകൊണ്ടാണ് ചിത്രകാരൻ പെയിൻറ്റിങ് നടത്തിക്കൊണ്ടിരുന്നത്. അതേ സ്റ്റേജിൽ തൻ്റെ സഹായി പെയിൻറ്റ് ടിന്ന് പിടിച്ചുകൊണ്ട്
നിൽക്കുന്നുണ്ട്. താൻ വരച്ച ചിത്രത്തിൻ്റെ മികവ് നിരീക്ഷിച്ചുകൊണ്ട് ചിത്രകാരൻ ഓരോ സ്റ്റെപ്പ് പുറകോട്ട് നടന്ന ചിത്രം വീക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. തൻ്റെ സഹായി ടിന്നിൽ സൂക്ഷിച്ചിരുന്ന ഒരു ബ്രഷ് എടുത്ത ചിത്രത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ചിത്രം വിരൂപമാക്കി തീർത്തു. ചിത്രകാരൻ ആക്രോശിച്ചുകൊണ്ട് ചിത്രത്തിനടുത്തേക്ക് പാഞ്ഞെടുത്തു. എൻ്റെ അധ്വാനം നീ ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞുവെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ സഹായി പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു: അങ്ങയുടെ അടുത്ത കാല് പുറകോട്ട് എടുത്ത് വെച്ചിരുന്നെങ്കിൽ 15 അടി താഴേക്ക് അങ്ങ് വീഴുമായിരുന്നു. അങ്ങ് ജീവനോടെ ഉണ്ടെങ്കിൽ ചിത്രം പിന്നെയും വരയ്ക്കാമല്ലോ. ഇത് തന്നെയാണ് കർത്താവ് നമ്മോടും ചെയ്യുന്നത്. രോഗമോ പ്രതിസന്ധികളോ നമ്മിൽ വരുമ്പോൾ ഓർക്കുക, നിത്യനരകത്തിൽ ആവശ്യമായ തിരുത്തലുകൾക്കുള്ള അവസരമാണ് അതെന്ന്. നാം കഷ്ടത്തിലാകുമ്പോൾ കരഞ്ഞാലും കുഴപ്പമില്ല, നിരാശരാകരുത്. കാരണം കഷ്ടകാലത്ത് നമ്മോട് കൂടെ ഇരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അത് ദുഃഖിപ്പിക്കും. ഇനി നാം ചിന്തിക്കുവാൻ തുടങ്ങുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചാണ്. യിരെമ്യാ പ്രവചനം 35-ാം അധ്യായം 2-ാം വാക്യത്തിൽ യഹോവ യിരെമ്യാവിനോട് പറയുകയാണ്: നീ രേഖാബ്യഗ്രഹത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോവയുടെ ആലയത്തിൻ്റെ ഒരു മുറിയിൽ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞ് കുടിപ്പാൻ കൊടുക്കുക. യിരെമ്യാ പ്രവചനം 35-ാം അധ്യായം 5-ാം വാക്യം മുതൽ താഴേക്ക് പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: രേഖാബ് ഗൃഹക്കാരുടെ മുമ്പിൽ വീഞ്ഞ് നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് വീഞ്ഞ് കുടിപ്പിൻ എന്ന് പറഞ്ഞു. അതിന് അവർ പറഞ്ഞത്: ഞങ്ങൾ വീഞ്ഞ് കുടിക്കുകയില്ല. രേഖാബിൻ്റെ മകനായ ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും വീഞ്ഞ് കുടിക്കരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു. യിരെമ്യാ പ്രവചനം 35-ാം അധ്യായം 12-ാം വാക്യം മുതൽ താഴേക്ക് തുടരുകയാണ്. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായതെന്നാൽ, ഇസ്രയേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നീ ചെന്ന് യഹൂദാ പുരുഷന്മാരോടും യഹൂദാ സ്ത്രീകളോടും പറയേണ്ടത്, എൻ്റെ വചനങ്ങളെ അനുസരിക്കേണ്ടതിന് നിങ്ങൾ പ്രബോധനം കൈക്കൊള്ളുന്നില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. രേഖാബിൻ്റെ മകനായ യോനാദാബിൻ്റെ പുത്രന്മാരോട് വീഞ്ഞ് കുടിക്കരുതെന്ന് കൽപ്പിച്ചത് അവർ നിവർത്തിച്ചിരിക്കുന്നു. അവർ അവരുടെ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് ഇന്ന് വരെയും വീഞ്ഞ് കുടിക്കാതിരിക്കുന്നു. എന്നാൽ ഞാൻ ഇടപെടാതെ നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല. യിരെമ്യാ പ്രവചനം 35-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. 2 രാജാക്കന്മാർ 10-ാം അധ്യായം 15-ാം വാക്യത്തിൽ യേഹൂവിനോടൊപ്പം രേഖാബിൻ്റെ മകനായ യോനാദാബ് പ്രത്യക്ഷപ്പെടുന്നു. ആഹാബിൻ്റെ ഭാര്യയായ ഇസബേലിനെ ന്യായം വിധിക്കുവാനായി യേഹൂ പുറപ്പെടുമ്പോൾ അവിടെ വെച്ചാണ് യോനാദാബിനെ നാം കാണുന്നത്. യോനാദാബ് ദൈവത്താൽ നിയമിതനായ യേഹൂവിന് അനുകൂലിയായിരുന്നു. അതിനു മുമ്പ് 1 ശമൂവേൽ 15-ാം അധ്യായം 6-ാം വാക്യത്തിൽ അമാലേക്യരുടെ ഇടയിൽ ചെതറിപ്പാർത്തിരുന്ന രേഖാബിൻ്റെ മകനായ യോനാദാബിൻ്റെ മക്കളുടെ കുലമായ കേന്യരെ അമാലേക്യരെ നശിപ്പിക്കുമ്പോൾ രക്ഷിക്കുന്നു. യിരെമ്യാ പ്രവചനം 35-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങളിൽ യിരെമ്യാവിൽ കൂടി കർത്താവ് രേഖാബിൻ്റെ മകനായ യോനാദാബിൻ്റെ തലമുറകളോട് പറയുകയാണ്: എൻ്റെ മുൻപാകെ നിൽപ്പാൻ ഒരു പുരുഷൻ ഇല്ലാതെ വരികയില്ല. ശൗൽ രാജാവിൻ്റെ കാലത്തും അമാലേക്യരുടെയിൽ കേന്യർ ആയ രേഖാബിൻ്റെ മകനായ യോനാദാബിൻ്റെ മക്കൾ തൻ്റെ പിതാവിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് വീഞ്ഞു കുടിക്കാതെ വിശുദ്ധിയിൽ ജീവിക്കുന്നു. ആ കാലഘട്ടത്തിൽ അവർക്കാരും മാന്യത കൊടുക്കുകയോ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്തിരുന്നില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ആഗ്രഹിക്കത്തക്ക ഉയർച്ച അവർക്കില്ലായിരുന്നു. എങ്കിലും ദൈവം അവരുടെ പ്രാണനെ ശൗലിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു എന്ന് 1 ശമൂവേൽ 15-ാം അധ്യായം 6-ാം വാക്യത്തിലും ബാബേൽ രാജാവിൻ്റെ കയ്യിൽ നിന്നും അവരെ രക്ഷിച്ചുവെന്ന് യിരെമ്യാ പ്രവചനം 35-ാം അധ്യായം 11-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒടുവിൽ യിരെമ്യാവിനെ ആ കുലത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവം അവരെ മാനിക്കുന്നു. കേന്യർ എന്ന രേഖാബിൻ്റെ മകനായ യോനാദാബിൻ്റെ മക്കളെയും അവർ ചെയ്യുന്ന നന്മകളെയും അവരുടെ അനുസരണത്തെയും അന്നുവരെയുള്ള ഇസ്രയേൽ രാജാക്കന്മാരോ ജനങ്ങളോ ദൈവത്തിൻ്റെ പ്രവാചകനായ യിരെമ്യാവോ അറിയുകയോ അവർക്ക് മാന്യത കൊടുക്കുകയോ ചെയ്തില്ലെങ്കിലും അവർ വിശ്വസ്തയോടെ ജീവിച്ചതിനാൽ തക്ക സമയമായപ്പോൾ ദൈവം അവരെ യിരെമ്യാവിനെ വെളിപ്പെടുത്തി. തന്നെയുമല്ല, ദൈവം തലമുറയായി അവരോട് വിശ്വസ്തത കാണിച്ച് രക്ഷിച്ചുകൊണ്ടിരുന്നു. ആകയാൽ നമ്മുടെ നീതിപ്രവൃത്തികളും നീതിക്ക് വേണ്ടിയുള്ള നമ്മുടെ ദാഹവും ആരും കണ്ടില്ലെങ്കിലും ഓർക്കുക, അന്ധകാരത്താൽ എല്ലാ കണ്ണുകളും മങ്ങിപ്പോയാലും
മങ്ങാത്ത 2 കണ്ണ് നമ്മെ നോക്കി സ്വർഗത്തിൽ ഉണ്ട്. അത് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കണ്ണുകളാണത്. കല്ലേറുകൊണ്ട് നിലവിളിച്ച സ്തേഫാനോസിനെ രക്ഷിക്കുവാനായി നോക്കിയ 2 കണ്ണുകളാണത്. അവൻ തലമുറ തലമുറയായി നമ്മുടെ സങ്കേതവും തലമുറ തലമുറയായി അവൻ നമ്മോട് വിശ്വസ്തത കാണിക്കുന്നവനുമാണ്. ആകയാൽ ആ വിശ്വസ്തനായ യേശുവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പന നമുക്ക് അനുസരിക്കാം. നിത്യജീവന് നമുക്ക് അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവരെ അങ്ങ് സൗഖ്യമാക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.